ചില സിനിമകൾ കാണുമ്പോൾ അത് ഫീൽ ഗുഡായിട്ടും ഫീൽ ബെറ്റർ ആയിട്ടും നമുക്ക് തോന്നാറില്ലേ? അതുപോലൊരു കഥയാണ് ഇന്ന് കേൾക്കാൻ പോകുന്നത്. ചെറിയ പ്രായത്തിൽ തെറ്റായ രീതിയിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ആ കുഞ്ഞിനെ വളർത്താൻ കഴിയാതെ കുഞ്ഞിനൊരു നല്ല ജീവിതം ഉണ്ടാക്കണമെന്ന് കരുതി കുഞ്ഞിനെ അനാഥാലയത്തിൽ കൊണ്ടുവിടാമെന്ന് തീരുമാനിക്കുകയാണ് ഒരമ്മ. അങ്ങനെ ആ കുഞ്ഞിനെ ആരും കാണാതെ ഒരു അനാഥാലയത്തിന് മുന്നിൽ വിട്ടിട്ട് പോകുന്ന സമയത്ത് അനാഥാലയങ്ങളിൽ നിന്ന് കുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് പണത്തിനായി അവരെ വിൽക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ അടുത്ത് തൻ്റെ കുഞ്ഞ് പെട്ടുപോകുന്നത് കണ്ടു. നോർമലി നമ്മളെന്താ വിചാരിക്കുക, ഈ കുഞ്ഞിനെ അന്വേഷിച്ചു പോയി ആ ഗ്രൂപ്പിന്റെ അടുത്തുനിന്ന് രക്ഷിക്കുന്നല്ലേ. എന്നാൽ ഇവിടെ നടക്കുന്നത് അതൊന്നുമല്ല. അതിന് പകരം ആ ഗ്രൂപ്പിന്റെ കൂടെ കൂടി തൻ്റെ കുഞ്ഞിന് ബെറ്റർ ആയിട്ടുള്ളൊരു ജീവിതം കിട്ടണം, ബെറ്റർ ആയിട്ടുള്ള പാരൻസിനെ കിട്ടണമെന്ന് കരുതി വിൽക്കാൻ ശ്രമിക്കുന്ന ഒരു അമ്മയുടെ കഥ പറയുന്ന സിനിമയാണ് 2022 പുറത്തിറങ്ങിയ ബ്രോക്കർ. ഈ ഫീൽ ഗുഡായിട്ടുള്ള കഥ നമുക്കൊന്ന് കേട്ടു നോക്കാം. സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. ഈ സിനിമയുടെ തുടക്കത്തിൽ രാത്രി മഴയത്ത് ഒരു പെണ്ണ് നടന്നു പോകുന്നുണ്ട്. അവൾ നേരെ അവിടെയുള്ള ഒരു ചർച്ചിന്റെ മുന്നിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ബേബീസ് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് ഉണ്ട്. ഇതെന്ത് ബോക്സ് ആണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ട് അവരെ വളർത്താൻ കഴിയാതെ കുപ്പത്തൊട്ടിയിൽ ഉപേക്ഷിക്കുന്നവരുണ്ട്. സോ അങ്ങനെ ചെയ്യാതെ ഈ ബോക്സിലിട്ട ഇതിന്റെ ആൾക്കാർ ആ കുഞ്ഞിനെ ഓർഫനേജിൽ കൊണ്ടുവിട്ട് ആ കുഞ്ഞ് നന്നായി വളരണം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ ബോക്സ് കൊണ്ടുവച്ചിരിക്കുന്നത്. ആ സ്ഥലത്ത് ഈ പെൺകുട്ടി അവളുടെ കുഞ്ഞുമായിട്ട് വന്ന് നിന്നു. അവൾ പ്രസവിച്ച അവളുടെ കുഞ്ഞിനെ വളർത്താൻ കഴിയാത്തതിനോട് ഇവളും ഇവിടെ എത്തി. എന്നിട്ട് കുഞ്ഞിനെ ബോക്സിൽ കിടത്താതെ അവിടെ നിലത്ത് കിടത്തി കുറച്ചു നേരം നോക്കി നിന്നിട്ട് പോയി. ഇവിടെ നടക്കുന്നതെല്ലാം ദൂരെ ഒരു കാറിലിരുന്ന് 2 ലേഡീസ് കാണുന്നുണ്ട്. ഇവര് പോലീസ് ഡിറ്റക്റ്റീവ്സ് ആണ്. ഇതിലെ മെയിൻ ലേഡിയുടെ പേര് സുജിൻ. ഇവളാണ് നമ്മുടെ നായിക. അവളുടെ അസിസ്റ്റന്റ് ലീ. ഈ സുജിൻ ഇത് കണ്ടിട്ട് കുഞ്ഞിനെ വളർത്താൻ പറ്റാത്തവർ എന്തിനാണ് ഇങ്ങനെ പ്രസവിക്കാൻ നിൽക്കുന്നതെന്നും പറഞ്ഞ് അവിടെ ഒട്ടും സേഫ് അല്ലാതെ കിടക്കുന്ന ആ കുഞ്ഞിനെ വന്ന് വേഗം എടുത്ത് സേഫ് ആയിട്ടുള്ള ആ ബോക്സിനകത്ത് കിടത്തും. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആ ഓർഫനേജിന്റെ ഓഫീസാണ് കാണിക്കുന്നത്. അവിടെ നിൽക്കുന്ന ഇയാളുടെ പേരാണ് ഡോങ്. ഇവൻ ഈ ഓർഫനേജിലാണ് ജോലി ചെയ്യുന്നത്. ആ ബോക്സിൽ കിടക്കുന്ന കുഞ്ഞിനെ എടുത്ത് ഇരിക്കുന്ന ഇവന്റെ കയ്യിൽ കൊടുക്കും. ഇവനാണ് നമ്മുടെ നായകൻ സോങ്. ഈ ഡോങ് ഈ ഓർഫനേജിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് 2 പേർക്കും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇതുപോലെ നൈറ്റ് ടൈമിൽ ആരും ഇല്ലാത്തപ്പോ ആരാന്ന് പോലും അറിയാത്ത ഇതുപോലുള്ള ആൾക്കാർ വന്ന് കുഞ്ഞുങ്ങളെ ഈ ബോക്സിൽ ഇട്ടിട്ട് പോകുമ്പോൾ ആ കുഞ്ഞിനെ ഇവര് മോഷ്ടിക്കും. അതിനുശേഷം ആ കുഞ്ഞിനെ ബ്ലാക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും. അതാണ് ഇവരുടെ പണി. ഇപ്പൊ സോങ് ആ കുഞ്ഞിനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡ്രസ്സിനകത്തുനിന്ന് ഒരു നോട്ട് കിട്ടി. അതിൽ ഭൂഷൺ, നീ വിഷമിക്കരുത്, അമ്മ പെട്ടെന്ന് വന്ന് നിന്നെ കൊണ്ടുപോയിക്കാളെന്ന് ആ വിട്ടിട്ട് പോയ പെണ്ണ് എഴുതി വെച്ചിരുന്നു. ഇതിൽ നിന്ന് ആ കുഞ്ഞിന്റെ പേര് ഭൂഷൺ ആണെന്ന് നമുക്കും മനസ്സിലാവും, അവർക്കും മനസ്സിലായി. അങ്ങനെ അന്ന് രാത്രി തന്നെ ഈ കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്യാന്ന് ഇവർ ഡിസൈഡ് ചെയ്തു. അതിനാദ്യം ഈ ഡോങ് കുഞ്ഞിനെ ബേബി ബോക്സിൽ കിടത്തുന്നതിന്റെ CCTV ഫുട്ടേജ് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഈ കുഞ്ഞിനെ സോങ്ങിന് കൊടുത്തിട്ട് അവരെ പറഞ്ഞയച്ചു. സോങ്ങും ഒരു വാനിൽ കുഞ്ഞിനെ എടുത്തിട്ട് പോവും. അങ്ങനെ ഈ വാൻ ഓർഫനേജിന് പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ ഡിറ്റക്റ്റീവ്സ് നമ്മുടെ നായക സുജിൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. കാരണം ഒരുപാട് കാലമായിട്ട് ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങും കുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്നതും വിൽക്കുന്നതുമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നടന്നു വരുന്നുണ്ട്. ഇതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയും തടുക്കാൻ വേണ്ടിയാണ് സുജിൻ ഈ മിഷൻ കൊടുത്തിരിക്കുന്നത്. ഇവരെ തെളിവോടുകൂടി പിടിക്കാൻ വേണ്ടി ഫോളോ ചെയ്തു പോകുമ്പോൾ ഇപ്പുറത്ത് കുഞ്ഞിനെ ബേബി ബോക്സിന്റെ അടുത്ത് വെച്ചിട്ട് പോയ സോയാങ്ങിനെയാണ് കാണിക്കുന്നത്. അവൾ ഈ നാട് വിട്ടു പോവാമെന്ന് തീരുമാനിച്ച് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഡിറ്റക്റ്റീവ് സുജിന്റെ അസിസ്റ്റന്റ് ലീ അവളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൾ എവിടേക്കാണോ പോകുന്നത് അവിടെയെല്ലാം ഫോളോ ചെയ്തു. എന്നാൽ ഒരു ഘട്ടത്തിൽ സുയോങ് മിസ്സായി. എവിടാന്ന് വെച്ചാൽ സുയോങ് റെസ്റ്റ് റൂമിൽ ഇരുന്ന് കുഞ്ഞിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് കട്ട് ചെയ്ത് നെക്സ്റ്റ് ഡേ സുജിൻ സോങ്ങിനെ വെയിറ്റ് ചെയ്ത് കാറിലിരിക്കുന്നുണ്ട്. ഒരു കടയുടെ മുന്നിൽ സോങ് ഒരു ലോണ്ടറി കട നടത്തുന്നുണ്ട്. അവിടെയാണ് ഇപ്പൊ ആ കുഞ്ഞ്, അതായത് ഭൂഷൺ ഉള്ളത്. ഇങ്ങനെ ഓരോ കാര്യവും നമ്മുടെ സുജിനും അസിസ്റ്റന്റ് ലീയും നിരീക്ഷിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നത് പോലും കാറിലിരുന്നാണ്. അങ്ങനെ ഒരാൾ വന്ന് ഫുഡ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവൻ വേറെ ആരും അല്ല, സുജിന്റെ വുഡ് ബി ആണ്. സോ ഇവൻ വന്ന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ട് ഇവർ വീണ്ടും ഒബ്സർവേഷൻ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോഴാണ് സോങ്ങിനും ഗ്രൂപ്പിനും പുതിയൊരു പ്രശ്നം വന്നത്. അതെന്താന്ന് വെച്ചാൽ ഈ സ്വയം കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് പോയതാണല്ലോ. അവളിപ്പോൾ വന്ന് ഓർഫനേജിന്റെ ഓഫീസിൽ വന്നിരിക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ രാത്രി എൻ്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിരുന്നു. ഞാൻ വലിയ തെറ്റാണ് ചെയ്തത്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ആർക്കും ഇന്നലെ രാത്രി അവിടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്ന കാര്യം പോലും അറിയില്ല. ഇവരാരും അങ്ങനെ ഒരു കുഞ്ഞിനെ കണ്ടിട്ടുമില്ല എന്ന് പറയും. അതിന് കാരണം ഡോങ് ആണ്. ഇവൻ ആ ഫൂട്ടേജ് ഡിലീറ്റ് ചെയ്തിരുന്നല്ലോ. ഇവർ നിൽക്കുന്ന ആ ഓഫീസിൽ ഡോങ് ഉണ്ടായിരുന്നു. അവൻ അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവൻ ഇവർ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ട്. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന ലേഡിയും സുയോങ്ങിനോട് നീ വേണമെങ്കിൽ അകത്ത് വന്ന് നോക്കിക്കോ എന്ന് പറഞ്ഞതിന് അവളും അകത്ത് വന്ന് നോക്കും. അങ്ങനെ
അങ്ങനെ നോക്കിയപ്പോൾ അവൾ വിട്ടിട്ട് പോയ അവളുടെ കുഞ്ഞ് അവിടെ ഇല്ലായിരുന്നു. അവൾക്ക് വല്ലാതെ വിഷമായി. ഇനി എന്ത് ചെയ്യുന്നറിയില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ടേ പുറത്തേക്ക് വന്നു. എന്നിട്ട് ഒരു ടെലിഫോൺ ബൂത്തിൽ നിൽക്കുന്ന സമയത്ത് ഡോങ് അവളെ ഫോളോ ചെയ്തു വരും. എന്നിട്ട് ഇനി ഇതൊരു വലിയ പ്രശ്നമാവണ്ടെന്ന് കരുതി ഡോങ് നേരെ സുയോങ്ങിനെയും കൂട്ടി സോങ്ങിന്റെ വീട്ടിലേക്ക് വന്ന് കുഞ്ഞിനെ കാണിച്ചു കൊടുക്കും. കുഞ്ഞിനെ കണ്ടതും ദേഷ്യം വന്ന് സുയും, എടാ ദുഷ്ടന്മാരെ, നിങ്ങളുടെ കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്താണോ എന്ന് ചോദിക്കും. അതിന് നീയും നിന്റെ കുഞ്ഞിനെ വേണ്ടാന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് വന്നതല്ലേ എന്ന് പറഞ്ഞതിന് ഞാൻ അതിന് ഒരു ലെറ്റർ എഴുതി വെച്ചിരുന്നല്ലോ, വീണ്ടും വരുന്നു പറഞ്ഞിട്ട്. അതല്ല ശരിയാണ്, എന്നാൽ നീ വിട്ടിട്ട് പോയത് ഒരു ഓർഫനേജിലാണ്. എന്തായാലും നിന്റെ കുഞ്ഞ് ആ ഓർഫനേജിൽ സന്തോഷമായിട്ടിരിക്കില്ല. എന്നാൽ ഞങ്ങളിപ്പോൾ ഈ കുഞ്ഞിനെ എടുത്തോണ്ട് വന്ന് ഇവനെ തെറ്റായിട്ടുള്ള രീതിയിലൊന്നും ചെയ്യില്ല. ഒരു പണക്കാരൻ്റെ വീട്ടിലേക്ക് ദത്ത് കൊടുക്കും. അവിടെ അവൻ സന്തോഷമായിട്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി നന്നായി ജീവിക്കും. അവരും ഇവനെ നന്നായിട്ട് വളർത്തിക്കോളും. അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. അത് മാത്രമല്ല, ഈ കുഞ്ഞിനെ വിറ്റ നമ്മുടെ നാട്ടിലെ പണത്തിൽ 10 മില്യൺ കിട്ടും. അതിലൊരു പങ്ക് നിനക്കും തരാം എന്നൊക്കെ ഇവർ പറയുമ്പോൾ ആ കുഞ്ഞ് ഭൂഷണെ കാണിക്കുന്നുണ്ട്. അവൻ ക്യൂട്ടായിട്ട് ഇവരെ നോക്കി കിടക്കുകയാണ്. ഇതെല്ലാം കേട്ട സുയോങ്ങും തന്നെ കൊണ്ട് എന്തായാലും ഈ കുഞ്ഞിനെ നന്നായി വളർത്താൻ പറ്റില്ല, ഈ ഡീലിംഗ് നന്നായിട്ടുണ്ടെന്ന് ആലോചിച്ച് അതിന് ഓക്കെ പറയും. അങ്ങനെ അതിനായിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും തുടങ്ങി. ഇതെല്ലാം പുറത്ത് കാറിലിരുന്ന് സുജിനും നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ കുഞ്ഞിനെ വിൽക്കാനുള്ള പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സോങ്ങിന്റെ ലോണ്ടറി കടയിലേക്ക് ഒരാൾ വരും. കടയ്ക്കകത്തേക്ക് കയറുമ്പോൾ തന്നെ ഷർട്ട് ഒരു ഇത് അലക്കിക്കൊണ്ടാന്നും പറഞ്ഞാണ് വരുന്നത്. ആ ഷർട്ടിൽ മൊത്തം ബ്ലഡ് ആയിട്ടുണ്ടായിരുന്നു. ഈ വന്നവനെ സോങ്ങിന് നേരത്തെ അറിയാമെന്ന് തോന്നുന്നു. സോങ്ങും, നീ നിന്റെ അമ്മയുടെ കൂടെ ചേർന്ന് ജോലി ചെയ്യാതെ എന്തോ തെറ്റായിട്ടുള്ള കാര്യമാണല്ലോ ചെയ്യുന്നത്, ഷർട്ടിൽ മൊത്തം ബ്ലഡ് ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് അഡ്വൈസ് ചെയ്യാൻ നോക്കുമ്പോൾ അവനും, നീ നിന്റെ ജോലി നോക്കിയാൽ മതി, ആവശ്യമില്ലാതെ അഡ്വൈസ് ചെയ്യാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകും. സോങ്ങും, എന്തിനാണ് ആവശ്യമില്ലാത്ത വയ്യാവേലിയൊക്കെ തലയിൽ വെക്കുന്നത്, നമ്മുടെ കാര്യം നോക്കാന്നും പറഞ്ഞിട്ട് കുഞ്ഞിനെ വിൽക്കാൻ പോവാനായിട്ട് സോങ് ഡോങ് സുയോങ് 3 പേരും കുഞ്ഞിനെ എടുത്ത് വാനിൽ പുറപ്പെടും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സുയോങ്ങിനോട് സംസാരിക്കുന്നുണ്ട്, കുഞ്ഞിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് വാനിന്റെ ബാക്ക് ഡോർ ഓപ്പൺ ആവും. ആ ഡോറിനെന്തോ പ്രശ്നമുള്ളതുകൊണ്ട് നന്നായി ക്ലോസ് ആവില്ല. അതിനായിട്ട് കയറ് കെട്ടി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തവണ കുഞ്ഞിനെ വിൽക്കാൻ പോകുമ്പോൾ കൂടെ കുഞ്ഞിന്റെ അമ്മയുള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് സംസാരിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നാലെ സുജിൻ ഇവരെ വിടാതെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ സുയോങ്ങും ടീമും ഒരു കപ്പിളിന് ഭൂഷണെ വിൽക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അവര് ഭൂഷണെ കണ്ടിട്ട് ഇതെന്താ ഫോട്ടോയിൽ കണ്ടതുപോലെയൊന്നും ഇല്ലല്ലോ, ഒരുമാതിരി ഇരിക്കുന്നു. പിന്നെ ഈ കുഞ്ഞിന് നിങ്ങൾ ചോദിച്ച പൈസയൊന്നും തരാൻ പറ്റില്ല, 4 മില്യണേ തരാൻ പറ്റുള്ളൂ, അതും ഇൻസ്റ്റാൾമെന്റിൽ തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇയാള് ബാർഗനിങ് ചെയ്തുകൊണ്ടിരുന്നു. ഇത് കേട്ടത് സുയോങ്ങിന് ദേഷ്യം വന്നു. എന്ത് തന്നെയായാലും തന്റെ കുഞ്ഞിനെ മോശമായിട്ട് പറയുമ്പോൾ ഒരമ്മയ്ക്ക് കേട്ടോണ്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. സോ ഇവളവിടേക്ക് വന്ന്, നിങ്ങൾ കുഞ്ഞിനെ വാങ്ങാൻ വന്നതാണോ പച്ചക്കറി വാങ്ങാൻ വന്നതാണോ, ഇങ്ങനെ ബാർഗനിങ് ചെയ്തുകൊണ്ടിരിക്കുക, ഇനി നിങ്ങൾക്ക് കുഞ്ഞിനെ തരാൻ പോണില്ല എന്നും പറഞ്ഞ് അവരെ ചീത്ത പറഞ്ഞയച്ചിട്ട് ഇവളുകളുടെ പാട്ടിന് നടന്നു പോകും. സോങ്, നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, ഇത് ബിസിനസ്സാണ്, ബിസിനസ്സിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞതിന് എന്ത് ബിസിനസ്സോ, എന്റെ കുഞ്ഞിനെ വിൽക്കുന്നത് നിങ്ങൾക്ക് ബിസിനസ് ആണല്ലേ, അവന്റെ മോന്ത കണ്ടാലും മതി, ബാർഗനിങ് ചെയ്താണോ കുഞ്ഞിനെ വാങ്ങിക്കുന്നത്, അവൻ എങ്ങനെ എന്റെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കാനാണ്, വേറെ ഏതെങ്കിലും നല്ല ഫാമിലിയിൽ നോക്കാന്നും പറഞ്ഞിട്ട് കാറിലിരിക്കുമ്പോൾ സോങ്ങും ഡോങ്ങും മുഖത്തോട് മുഖം നോക്കി. അവിടെ നിന്ന് കട്ട് ചെയ്ത സിറ്റിക്കകത്ത് ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. ഒരു യങ്ങായിട്ടുള്ള ആള് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് പോലീസ് ഓഫീസേഴ്സ് വന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഒരു വൈൻ ബോട്ടിൽ കണ്ടെത്തി. എന്നിട്ട് ഈ കൊല ഒരു പെണ്ണാണ് ചെയ്തത് എന്ന നിഗമനത്തിലെത്തി. ആ സമയം ഇപ്പുറത്ത് നായിക സുജിനെയാണ് കാണിക്കുന്നത്. അവൾ ഇപ്പോഴും സോങ്ങിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സോങ്ങും ടീമും ഒരു സ്ഥലത്തെത്തി. അവിടെ കുട്ടികൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഡോങ് ഇറങ്ങി ചെന്നതും ഡോങ് ചേട്ടൻ വന്നു എന്ന് പറഞ്ഞ് കുട്ടികൾ ഡോങ്ങിനെ വളഞ്ഞു. ആക്ച്വലി ഇതും ഒരു ഓർഫനേജ് ആണ്. ഇവിടെയായിരുന്നു ഡോങ് വളർന്നത്. ഈ ഡോങ്ങും ഒരു ഓർഫനാണ്. അങ്ങനെ ഡോങ് അവിടെ അകത്തേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള ഒരു PT മാസ്റ്റർ വന്ന് ഡോങ്ങിനോട്, കുറെ കാലമായാലും നിന്നെ കണ്ടിട്ട്, ഇതേതാ പെണ്ണ്, കുഞ്ഞുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അതെന്റെ ഫ്രണ്ട് സോങ്ങിന്റെ വൈഫും കുഞ്ഞുമാണ്. എന്ത്, നിന്റെ ഫ്രണ്ടിന്റെ വൈഫോ, അവനെ കാണാൻ നല്ല പ്രായം തോന്നിക്കുന്നുണ്ടല്ലോ, ഈ പെണ്ണിനെ കാണുകയാണെങ്കിൽ ചെറിയ പെണ്ണിനെ പോലെയുണ്ട്, അതെ കുറച്ച് ലേറ്റ് മാരേജ് ആണെന്ന് പറയും. ആക്ച്വലി ഇങ്ങോട്ട് എന്തിനാ വന്നെന്ന് വെച്ചാൽ കുഞ്ഞിനെ വിൽക്കാൻ വേണ്ടി തന്നെ. വീണ്ടും സിറ്റിയിലേക്ക് പോകുന്നത് പ്രാക്ടിക്കൽ അല്ല, അതുകൊണ്ട് ഈ ഓർഫനേജിൽ താമസിക്കാന്ന് കരുതിയാണ് ഇവിടേക്ക് വന്നത്. ഇവരെ ഫോളോ ചെയ്ത് സുജിനും വന്നിട്ടുണ്ട്. ഓർഫനേജിന്റെ വെളിയിൽ കാർ ഇട്ടിട്ട് അതിലിരിക്കുകയാണ്. അവിടെ തന്നെ ഇരുന്ന് ഫുഡും കഴിച്ച് ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോഗിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഓർഫനേജിന്റെ അകമാണ് കാണിക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഡോങ് അവിടേക്ക് വന്നിരിക്കുകയാണ്. അവിടെ ഒരു ലേഡി ഉണ്ട്. അവരെ കണ്ട് സംസാരിച്ചു. ഡോങ് സോങ്ങും സിയോങ്ങും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നാണല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സോ അവർക്ക് 2 പേർക്കും കൂടി ഒരു റൂം കൊടുത്തിരുന്നു. അവിടെ സോങ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭൂഷണെ അവിടെ കിടത്തിയിട്ട് സിയോങ് അവിടെ കണ്ണിൽ ഐലൈനർ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ഐബ്രോ പെൻസിൽ അവിടെ നിന്ന് എടുത്തിട്ട് ഭൂഷണെ പുരിക ശരിയല്ല, കണ്ണ്
പെണ്ണ് ശരിയല്ല എന്നൊക്കെ പറഞ്ഞല്ലേ റിജക്ട് ചെയ്തത്. സോ ഇനി ആരും അങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ട് ഭൂഷന് പുരികം വരച്ചു കൊടുക്കുകയും കണ്ണെഴുതി കൊടുക്കുകയൊക്കെ ചെയ്തു. ഈ സമയം ജിൻ എന്ന പേരുള്ള ഒരു ചെറിയ കുട്ടി അവരുടെ റൂമിലേക്ക് വരും. എന്നിട്ട് ഇത് നിങ്ങളുടെ കുഞ്ഞാണോ, നല്ല ഭംഗിയുണ്ട്, ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ രണ്ടാമത്തെ കുട്ടി ആയിക്കോളാം, എന്നെ ദത്തെടുക്കുമെന്ന് ഭയങ്കര പാവത്തിനെ പോലെ ചോദിക്കും. അതിന് സോങ്ങും ഞങ്ങൾക്ക് ഈ കുഞ്ഞാനെ ഇപ്പൊ ധാരാളമാണ്, നീ ഒന്ന് പൊയ്ക്കേന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കും. അതിനുശേഷം ഇവരെല്ലാം ഒരുമിച്ചിരുന്ന് ഡിന്നർ കഴിക്കും. അവിടെ സോങ്ങും ഡോങ്ങും സുയോങ്ങും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ജിന്നിനെ കുറിച്ച് സംസാരിക്കും. അവൻ ഭയങ്കര ആക്റ്റീവാണ്, നന്നായി ഫുട്ബോളൊക്കെ കളിക്കും, അവന് ഒരു കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്, പക്ഷെ അവനായിട്ട് ഇതുവരെ ഒരു കുടുംബം വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. സുയോങ്ങും ഫുഡൊക്കെ കഴിച്ച് ഒരു സൈഡിലിരിക്കുന്ന സമയത്ത് ആ ഓർഫനേജിൽ വർക്ക് ചെയ്യുന്ന ലേഡി ഒരു കാര്യം പറയും. എന്തിനാ ഈ ദത്ത് കൊടുക്കുന്നത്, പേടിയാവുന്നുണ്ട്, കാരണം ഈ പാരന്റ്സ് വന്ന് വലിയ കാര്യത്തിലായിരിക്കും കുഞ്ഞുങ്ങളെ ദത്തെടുത്തോണ്ട് പോകുന്നത്. എന്നാൽ ഫ്യൂച്ചറിൽ അവർക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ദത്തെടുത്ത കുഞ്ഞുങ്ങളെ അടിക്കാനും അബ്യൂസ് ചെയ്യാനൊക്കെ ആരംഭിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതെല്ലാം സുയോങ്ങും കേൾക്കുന്നുണ്ടായിരുന്നത് കൊണ്ട് അവളുടെ മനസ്സിന് വല്ലാതെ വേദനിച്ചു. എന്നിട്ട് കുഞ്ഞിനെ എടുത്ത് ഇവരുടെ വണ്ടിയിൽ വന്നിരുന്നു. കാറിന് പുറത്ത് വന്ന് സുജിൻ ഇവരെന്താ ചെയ്യുന്നതെന്ന് നോക്കുന്നുണ്ട്. ഇവർ വേറൊന്നും ചെയ്തല്ല, കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടി വന്നതാണെന്ന് അവർക്ക് മനസ്സിലായി. അവൾ കാറിൽ നിന്ന് പോയതിനു ശേഷം അതിലെന്തെങ്കിലും എവിഡൻസ് കിട്ടുമെന്നറിയാൻ വേണ്ടി വാൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് അസിസ്റ്റന്റ് ലീ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ എന്താ കുഞ്ഞിന് ചെയ്തതെന്ന് ചോദിച്ചതിന് അവളും കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കിയതാണെന്ന് പറയും. അതിനുശേഷം ഇവരെല്ലാവരും റൂമിലിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഒരു സൈഡിൽ സോങ്ങും ഭൂഷനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഒരുപാട് നേരമായിട്ട് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സിയോങ്. പെട്ടെന്ന് ഇവരോട് എൻ്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഒരു നല്ല കുടുംബത്തിന് വിൽക്കണം എന്ന് പറഞ്ഞതും ഡോങ്ങിന് വല്ലാതെ ദേഷ്യം വന്നു. സ്വന്തം കുഞ്ഞിനെ വിൽക്കുന്നതിന് ഒരു വിഷമം പോലും ഇല്ലാത്തത് കണ്ടിട്ട് സിയോങ്ങിനെ വല്ലാതെ കുറ്റപ്പെടുന്നത് പോലെ അവ ഓരോ കാര്യങ്ങൾ പറയും. ഇത് കേട്ട് അപ്സെറ്റായ സിയോങ്ങും ഒരു കുഞ്ഞിനെ വളർത്തുന്നത് എത്ര കഷ്ടപ്പാടാണെന്ന് അറിയുമെന്ന് ചോദിക്കുന്നതിന് പിന്നെന്തിനാ പ്രസവിച്ചത്, ഓരോ കാര്യം പറഞ്ഞ് പ്രസവിക്കുകയും ചെയ്യും, ഇതുപോലെ ചർച്ചിന്റെ മുന്നിലോ ബേബി ബോക്സിലോ കൊണ്ടുപോയി ഇടുകയും ചെയ്യും. അതിനുശേഷം ഓർഫനേജിൽ പല കഷ്ടപ്പാടുകൾക്ക് നടുവിലാണ് ആ കുഞ്ഞ് വളരുന്നതെന്ന് ഇവൻ പറയും. അതിന് എന്തിനാ എല്ലാവരും കുഞ്ഞിനെ പ്രസവിച്ച അമ്മയെ മാത്രം പറയുന്നത്, ആ കുഞ്ഞിന്റെ കാരണക്കാരനായ അതിന്റെ അച്ഛനെ ആരും കുറ്റം പറയാത്തത് എന്താന്ന് ചോദിച്ചതിന് നീ എന്ത് വേണേലും പറഞ്ഞോ, എന്നാൽ ആ കുഞ്ഞിനെ പ്രസവിക്കുന്ന ഒരു അമ്മയ്ക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി കുഞ്ഞിനെ ഉണ്ടാക്കി പ്രസവിച്ച് പിന്നെ അതിനെ വളർത്താൻ കഷ്ടപ്പാടാണെന്നും പറഞ്ഞ് ഇതുപോലെ കൊണ്ടുപോയി കളയും. എന്നിട്ട് അതിന്റെ കൂടെ അമ്മ തിരിച്ചു വരുന്ന എഴുതിയ ഒരു ലെറ്ററും, ആ ലെറ്ററിൽ അഡ്രസ്സോ പേരോ ഒന്നും ഉണ്ടാവില്ല, എന്നാൽ തിരിച്ചു വരുന്നു പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോവും. എന്തിന്, നീ പോലും അങ്ങനെയല്ലേ ചെയ്തത്, നീയും തിരിച്ചു വരുന്നാണല്ലോ എഴുതിയത്. അങ്ങനെ തിരിച്ചു വരുന്നവളായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നീ നിന്റെ പേരോ അഡ്രസ്സോ അതിൽ എഴുതിയില്ല എന്നൊക്കെ വളരെ ദേഷ്യത്തോടു കൂടെ ചോദിക്കും. അവളെ വല്ലാത്ത ചീത്ത പറയും. സിയോങ്ങിനും ദേഷ്യം വന്ന് ഇതെല്ലാം ചോദിക്കാൻ നീ ആരാന്ന് ചോദിക്കുമ്പോൾ സോങ് അവിടേക്ക് വന്ന് ഡോങ്ങിനോട് നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ ഇടപെടുന്നതെന്ന് ചോദിച്ചതും ഡോങ് ദേഷ്യപ്പെട്ട് അവിടുന്ന് പുറത്തേക്ക് പോകും. അപ്പോഴാണ് സോങ് സിയോങ്ങിനോട് ഒരു കാര്യം പറഞ്ഞത്. ഇപ്പൊ നമ്മൾ വന്ന ഈ ഓർഫനേജിന്റെ വാതിൽക്കലാണ് ഡോങ്ങിന്റെ അമ്മ അവനെ ഉപേക്ഷിച്ചിട്ട് പോയത്. അന്ന് അവനെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ കൂടെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു, മോൻ വിഷമിക്കരുത്, അമ്മ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു പറഞ്ഞിട്ട്. എന്നാൽ ഇത്രയും കാലമായിട്ട് അവന്റെ അമ്മ വന്നിട്ടില്ല. ഇപ്പൊ അവന്റെ പെയിൻ എന്താണെന്ന് നിനക്ക് മനസ്സിലായി കാണുന്നു പ്രതീക്ഷിക്കുന്നു എന്ന് പറയും. അങ്ങനെ കട്ട് ചെയ്ത പിന്നെ ഡോങ്ങിനെയാണ് കാണിക്കുന്നത്. അവൻ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ വിഷമങ്ങളിൽ വല്ലാത്ത വേദന അവന് തോന്നി. നെക്സ്റ്റ് ഡേ രാവിലെ ഡോങ് വന്നതും സുയോങ് അവനോട് മാപ്പ് പറഞ്ഞു. എന്നിട്ട് സോറി, ഞാൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറഞ്ഞതും ഡോങ്ങും തിരിച്ച് സോറി, ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു പറഞ്ഞ് അവനും സോറി പറയും. അങ്ങനെ സംസാരിച്ച് രണ്ടുപേരും ഫ്രണ്ട്സായി. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ സിറ്റിയാണ് കാണിക്കുന്നത്. അവിടെ ഒരു അപ്പാർട്ട്മെന്റിൽ ഒരുത്തൻ കൊല്ലപ്പെട്ടിരുന്നല്ലോ. ഒരു ലേഡി അവന്റെ ഫിംഗർ പ്രിന്റ് വെച്ച് അവന്റെ ഫോണിന്റെ ലോക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ ലേഡി വേറെ ആരുമല്ല, ആ മരിച്ചവന്റെ ഭാര്യയാണ്. ആ ഫോണിന്റെ ലോക്ക് തുറന്നതും അവളുടെ ഭർത്താവിന്റെ ഒരുപാട് രഹസ്യങ്ങൾ അവൾ മനസ്സിലാക്കി. പ്രധാനമായും അയാൾക്കുണ്ടായിരുന്ന അഫയേഴ്സ് എല്ലാം മനസ്സിലാക്കി. ശേഷം രണ്ട് പോലീസ് ഓഫീസേഴ്സ് ഒരു ലേഡിയെ മീറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഈ ലേഡി വേറെ ആരുമല്ല, ഇവരാണ് സുയോങ്ങിനെ വളർത്തിയത്. അവിടേക്ക് വന്ന ഓഫീസേഴ്സും ഇന്നലെ അപ്പാർട്ട്മെന്റിൽ നടന്ന കൊലപാതകത്തിലെ ഒരു CCTV ഫുട്ടേജിൽ ഈ സുയോങ്ങിന്റെ മുഖം പതിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇവരോട് ചോദിക്കും. എന്നാൽ ഇവരെ സുയോങ്ങിനെ വളർത്തുക മാത്രമാണ് ചെയ്തത്. അതുപോലെ ഒരുപാട് കുട്ടികളെ ഇവർ വളർത്തുന്നുണ്ട്. സോ ആ ലേഡി സുയോങ്ങിനെ ആരാണെന്ന് അറിയില്ല എന്ന് പറയും. അവിടെയുള്ള കുട്ടികളും സുയോങ്ങിനെ അറിയില്ല എന്ന് പറയും. ആക്ച്വലി ഇവൾ ഈ കേസിൽ പെട്ടതുകൊണ്ടാണ് ഇവരൊന്നും പറയാത്തത്. ഈ ലേഡി സുയോങ് പ്രഗ്നന്റ് ആയപ്പോ അവളോട് പ്രസവിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ സുയോങ് അത് കേൾക്കാതെ പ്രസവിച്ചു. ഇപ്പൊ ഈ ഓഫീസേഴ്സിന്റെ അസംഷൻസ് എന്താന്ന് വെച്ചാൽ ഈ സുയോങ്ങും ആ മരിച്ചുപോയവനും തമ്മിൽ അഫെയറിലായതുകൊണ്ട് അതിൽ അവർക്കൊരു കുഞ്ഞുണ്ടായിരിക്കാം. ശേഷം സുയോങ് അവനെ കൊന്നതായിരിക്കാം എന്നൊക്കെ ഒരുപാട് അസംഷൻസ് പറയുന്നുണ്ടെങ്കിലും ആ ലേഡി അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അവിടുന്ന് കട്ട് ചെയ്ത് നേരെ സുജിനെയാണ് കാണിക്കുന്നത്. ഇവര് സോങ്ങിനെയാണല്ലോ
ഫോളോ ചെയ്യുന്നത്. സുയോങ് ഒരു മർഡർ കേസിൽ ഇൻവോൾവ് ആയത് ഇവർ അറിഞ്ഞതും അസിസ്റ്റന്റ് ലീ ഇപ്പൊ ഇത് മർഡർ കേസ് ആയില്ലേ, നമുക്ക് പോവാന്ന് പറയുമ്പോൾ സുജിനും അതൊന്നും പറ്റില്ല, ഇവര് തെളിവോടെ പിടിക്കണം, ഇനി വെയിറ്റ് ചെയ്യാൻ വയ്യ, നമ്മൾ തന്നെ ഒരു വാടക പാരന്റ്സിനെ അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടുന്ന് പോവും. അവിടുന്ന് വീണ്ടും സോങ്ങിനെയും ഗാങ്ങിനെയാണ് കാണിക്കുന്നത്. അവര് വീണ്ടും കുഞ്ഞിനെ വിൽക്കാനായിട്ട് പുതിയൊരു നഗരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ ഫോളോ ചെയ്ത് സുജിനും അസിസ്റ്റന്റ് ലീയും ഉണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സോങ്ങിന്റെ വണ്ടിയുടെ ബാക്കിൽ എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഇതെവിടുന്ന ഈ സൗണ്ട് എന്നും പറഞ്ഞ് ഒരു സൈഡിൽ വണ്ടി ഒതുക്കി ഡോറ് തുറന്നതും മാറി നിൽക്കച്ചാന്നും പറഞ്ഞു ഒരുത്ത മൂത്രമൊഴിക്കാൻ വേണ്ടി ഓടി. അത് വേറെ ആരായിരുന്നില്ല, ആ ഓർഫനേജിലെ ജിം എന്നൊരു കുട്ടി ഉണ്ടായിരുന്നില്ലേ, ഇവൻ എപ്പോഴാ ഈ വണ്ടിയിൽ കയറിയെന്നറിയില്ല. അവൻ നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിച്ചെന്ന് മൂത്രമൊഴിച്ചു വരുമ്പോൾ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ വണ്ടിയിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് ഡോങ് അവനെ ചീത്ത പറയുന്നുണ്ടെങ്കിലും അതൊന്നും അവൻ വലിയ കാര്യമാക്കിയില്ല. എന്നിട്ട് ഇപ്പോഴാണ് എനിക്ക് മര്യാദയ്ക്കൊന്ന് കണ്ണ് കാണുന്നതെന്ന് പറയും. അപ്പൊ ഇവനോട് മോനെ നിനക്ക് പൈസ തരാം, മര്യാദയ്ക്ക് ഓർഫനേജിലേക്ക് തിരിച്ചു പോന്ന് പറഞ്ഞതിന് ഡോങ് ചേട്ടാ ഇത്രയും നേരം എനിക്ക് കണ്ണായിരുന്നു ശരിക്കും കാണാഞ്ഞത്, എന്നാൽ ചെവി നന്നായിട്ട് കേൾക്കാം, നിങ്ങളെല്ലാരും ചേർന്ന് ഭൂഷൺ മാമനെ വിൽക്കാൻ പോവാണല്ലേ എന്ന് പറഞ്ഞതും തീർന്നു. ഇവനെ തിരിച്ചയച്ചാൽ ഇത് ഇവൻ എല്ലാരോടും പറയും. സോ മോൻ കയറിക്കോ, ഫുട്ബോൾ എടുത്ത് വണ്ടിയിലേക്ക് ഇടുന്നും പറഞ്ഞ് ഇവര് വീണ്ടും യാത്ര തുടങ്ങി. ഇപ്പൊ സുജിനെയും ലീനയാണ് കാണിക്കുന്നത്. ഇവര് സോങ്ങും ടീമും എവിടേക്കാണോ വരുന്നത് അവരെത്തുന്നതിന് മുൻപേ അവരവിടെ എത്തി. ആക്ച്വലി സോങ് ആ കുഞ്ഞിനെ ഒരു കപ്പിളിന് വിൽക്കാനായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇവർ വേറെ ആരുമല്ല, സുജിൻ സെറ്റ് ചെയ്ത ആൾക്കാരാണ് സോങ്ങിനെയും ടീമിനെയും തെളിവോടെ പിടിക്കാൻ വേണ്ടി. സോ ഭയങ്കരമായിട്ട് ആ കപ്പിളിന് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇതേ നോക്ക്, ഇപ്പൊ കുഞ്ഞിനെ വിൽക്കാനായിട്ട് ഒരു ടീം വരും, അവരുടെ കൂടെ ആ കുഞ്ഞിന്റെ അമ്മയുണ്ട്. സോ അത് ശരിയല്ല ഇത് ശരിയല്ല എന്നൊക്കെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ അവർക്ക് ഒരു സംശയം തോന്നാത്ത രീതിയിൽ, മെയിനായിട്ട് ആ കുഞ്ഞിന്റെ അമ്മയ്ക്ക് ഒരു സംശയം തോന്നാത്ത രീതിയിൽ ആ കുഞ്ഞിനെ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഒരു സീൻ പേപ്പർ കൊടുത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ 5 വർഷമായിട്ട് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് കുഞ്ഞുണ്ടായിട്ടില്ല, കാരണം നിങ്ങൾക്ക് സ്പെം കൗണ്ട് കുറവാണെന്നോ അങ്ങനെ എന്തേലും പറഞ്ഞ് ഒരു കപ്പിളിനെ പോലെ അഭിനയിച്ച് ആ കുഞ്ഞിനെ വാങ്ങണം. അങ്ങനെ വാങ്ങിയ ശേഷം അവർക്കൊരു എമൗണ്ട് ട്രാൻസ്ഫറും ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ അവരെ തൊണ്ടിയോടെ പിടിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഒരു പെർഫെക്റ്റ് കപ്പിളാക്കി ട്രെയിൻ ചെയ്യാണ്. അതേസമയം ഇപ്പുറത്ത് സോങ്ങും ഗ്യാങ്ങും ഒരു പിക്നിക്കിന് പോകുന്നത് പോലെ വാനിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇവരുടെ വണ്ടിയുടെ പിന്നാലെ ഒരു പോലീസ് വണ്ടി വരുന്നത് കണ്ട് ഇവരെല്ലാവരും ടെൻഷൻ അടിക്കുന്നത് കണ്ട് സോങ്ങും ആരും ടെൻഷൻ അടിക്കണ്ട, അവർ വന്ന് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കള്ളം പറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പോൾ പോലീസും ഇവരുടെ അടുത്തേക്ക് വരും. ആക്ച്വലി ഈ പോലീസ് എന്തിനാ ഇവരെ നിർത്തിപ്പിച്ചതെന്ന് വെച്ചാൽ, സർ നിങ്ങൾ കുടുംബത്തോടെ പോകുന്നതല്ലേ, ഡോറൊക്കെ കറക്റ്റായിട്ട് അടച്ചിട്ട് വേണ്ടേ പോകാനെന്നും പറഞ്ഞതും സോങ് ഒന്നും അറിയാത്തതുപോലെ എന്ത് ഡോർ ഓപ്പൺ ആയിട്ടുണ്ടോ, സോറി സാർ ഞാൻ ശ്രദ്ധിച്ചില്ല എന്നും പറഞ്ഞ് വാനിൽ നിന്നിറങ്ങി ബാക്കിലെ ഡോറ് ശരിക്കും അടച്ചിട്ട് പോലീസ് ഇവരെ ഭദ്രമായിട്ട് പറഞ്ഞയക്കും. അങ്ങനെ ഇവർ രക്ഷപ്പെട്ട് നേരെ ഒരു പാർക്കിലേക്ക് വരും. അവിടെയാണ് ഈ കപ്പിള് ഇവരെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. സോ അവർ വന്ന് മീറ്റ് ചെയ്തു. ഈ കപ്പിളിനെ സുജിൻ പറഞ്ഞയച്ചതാണ്. അങ്ങനെ ഇവരെ കുഞ്ഞിനെ കണ്ടതും കുഞ്ഞിനെ എടുത്ത് അയ്യോ എന്ത് ക്യൂട്ടാണല്ലേ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ പറയുന്നുണ്ട്. ഇതെല്ലാം സുജിനും ലീയും ഒരു ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ കപ്പിളായിട്ട് അഭിനയിക്കുന്നവരാണെങ്കിൽ കുറച്ച് ഓവർ ആക്ട് ചെയ്ത് കുളമാക്കുന്നുണ്ട്. അപ്പൊ സോങ്ങും ഇവരോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളിപ്പോ കുഞ്ഞിനെ വാങ്ങിക്കൊണ്ടുപോയി ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായ ഈ കുഞ്ഞിനെ എന്ത് ചെയ്യും, അടിക്കോ എന്നൊക്കെ ചോദിച്ചതിന് അവരും ഇല്ല സാർ ഞങ്ങൾക്ക് ഇനി കുഞ്ഞുണ്ടാവില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് സ്പെം കൗണ്ട് ഭയങ്കര കുറവാണെന്ന് പറഞ്ഞതും സോങ് ഇവരോട് വേറൊരു ചോദ്യം ചോദിക്കും. എന്ത് കൗണ്ട് കുറവാണെന്നോ, ഏത് ഹോസ്പിറ്റലിലെ കാണിച്ച് എന്ത് ടെസ്റ്റായി എടുത്തേ എന്നൊക്കെ ചോദ്യം ചോദിച്ചതിന് അതിന് ഇവർക്ക് ആൻസർ പറയാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ബപ്പ അടിച്ച് എന്തൊക്കെയോ ടെസ്റ്റിന്റെ പേരുകൾ ഇവർ പറയുന്നുണ്ടെങ്കിലും സോങ്ങും ശരി ശരി നിങ്ങൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തോളൂ, ഞങ്ങള് കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ വാങ്ങി അവിടുന്ന് പോകും. കാരണം ഇവർ ഉടായ്പ ടീമാണെന്ന് അവന് മനസ്സിലായി. എന്നിട്ട് ഇതുപോലത്തെ ആൾക്കാർക്കൊന്നും കുഞ്ഞിനെ കൊടുക്കില്ല എന്നും പറഞ്ഞ് അവരവിടുന്ന് പോന്നു. സുജിന്റെ പ്ലാനും പൊളിഞ്ഞു. അതിനുശേഷം സോങ്ങും ടീമും ഇവരുടെ വാൻ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് വാഷ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ കാറ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുയോങ് സോങ്ങിനോട് നിങ്ങൾക്ക് എങ്ങനെ ആ ഫെർട്ടിലിറ്റി ടെസ്റ്റിന്റെ പേരൊക്കെ അറിയാമെന്ന് ചോദിച്ചതിന് അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു കുഞ്ഞിനെ വിൽക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പല കാര്യങ്ങളും നോക്കും. ഞങ്ങൾ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിലും മറ്റൊരു സൈഡിൽ ആ കുഞ്ഞിന് നല്ലൊരു ജീവിതം ഉണ്ടാക്കണം എന്ന മോട്ടീവോടെയാണ് ചെയ്യുന്നത്. അതിലൊരു കോംപ്രമൈസും ഇല്ല. ഒരുപാട് പേര് സ്കാം ചെയ്യും, നല്ലവരെ പോലെ അഭിനയിച്ച് കുട്ടിയെ വാങ്ങിയിട്ട് മറിച്ചു വെക്കും. ഇതിലിങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ഈ ജിം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കാർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിൻഡോ ഓപ്പൺ ചെയ്യും. അപ്പൊ സോപ്പിന്റെ പാദം മൊത്തം കാറിനകത്തേക്കാവും. ഇവരവനെ ചീത്ത പറയുന്ന വിചാരിച്ച അത് ഇവരും ഒരു ഫണ്ണായിട്ട് എടുത്ത് എല്ലാവരും ചിരിച്ച് അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. ആക്ച്വലി ഇവരിപ്പോൾ ഒരു കുഞ്ഞിനെ വിൽക്കാനായിട്ട് ഒരു കുടുംബ
കുടുംബം പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ അഭിനയിക്കുകയാണെങ്കിലും സുയോങ്ങിന് ഇവരൊരു കുടുംബത്തിനെ പോലെ തോന്നി. അത് മാത്രമല്ല, പണത്തിന് വേണ്ടി എന്നും ചെയ്യുന്ന ആൾക്കാരല്ല ഇവര്. ആ കുഞ്ഞിന് നല്ലത് സംഭവിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു നല്ലവരാണ് ഇവരെന്ന് സുയോങ്ങിന് മനസ്സിലായി. അതിനുശേഷം നായിക സുജിനെയാണ് കാണിക്കുന്നത്. കാരണം അവൾ ചെയ്ത പ്ലാനിങ് ഒക്കെ സ്പോയിലായി പോയിരുന്നല്ലോ. സോ ഇനി എങ്ങനെ അവരെ പിടിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസിസ്റ്റന്റിൽ ഈ ഒരു ഐഡിയ പറയും. മാഡം, ആ പെണ്ണില്ലേ സുയോങ്, അവളൊരു മർഡർ കേസിലെ പ്രതിയല്ലേ? സോ അവളെ ഒന്ന് പേടിപ്പിച്ച കാര്യം നടക്കില്ലേ എന്ന് ചോദിക്കും. ഇതൊരു നല്ല പ്ലാനാണെന്ന് സുജിനും തോന്നി. അതേസമയം ഇപ്പുറത്ത് സുയോങ്ങിനെയാണ് കാണിക്കുന്നത്. അവൾ ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു കോൾ വരും. ആ കോളിൽ ഒരു ലേഡിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ ലേഡി വേറെ ആരുമല്ല, അപ്പാർട്ട്മെന്റിൽ മരിച്ച ആ ആളിന്റെ ഭാര്യയാണ്. ആ ലേഡി എന്താ പറയുന്നതെന്ന് വെച്ചാൽ, മര്യാദയ്ക്ക് ആ കുഞ്ഞിനെ എനിക്ക് തന്നേക്കണം. നിന്റെ വയറ്റിൽ ഇങ്ങനൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ അതിനെ ഒഴിവാക്കാൻ വേണ്ടി നിന്റെ അമ്മയ്ക്ക് നല്ലൊരു എമൗണ്ട് കൊടുത്തതാണ്. എന്നാൽ അത് കണക്കിലെടുക്കാതെ നീ ആ കുഞ്ഞിനെ പ്രസവിച്ചു. ഇപ്പോൾ എനിക്ക് ആ കുഞ്ഞിനെ വേണമെന്ന് പറയും. സുയോങ്, ആ മരിച്ചു പോയവൻ, അവന്റെ ഭാര്യ, ഇവർക്ക് 3 പേർക്കും എന്തോ ഒരു ലിങ്ക് ഉണ്ടെന്ന് മാത്രമേ ഇപ്പൊ നമുക്ക് മനസ്സിലാവുള്ളൂ. കോള് കട്ട് ചെയ്തിട്ട് സുയോങ് അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഇവളെയും കാത്ത് സുജിന് നിൽക്കുന്നുണ്ടായിരുന്നു. സുജിൻ സുയോങ്ങിനോട് നമുക്ക് കുറച്ച് സംസാരിച്ചാലോ എന്ന് ചോദിക്കും. ആ സീൻ അവിടെ കട്ടായിട്ട് സുയോങ് നേരെ ഇവർ താമസിക്കുന്നിടത്തേക്ക് വരും. ഇവളോട് എന്താ സംസാരിച്ചതെന്നൊന്നും അറിയില്ല. തന്റെ ജീവിതം ഇതോടെ തീർന്നു എന്നുള്ള രീതിയിലാണ് ഇവള് വന്നത്. വളരെ വിഷമത്തില് ആ റൂമിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ സോങ്ങും ഡോങ്ങും ജിമ്മും എല്ലാവരും ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഫണ്ണായിട്ട്. അവരുടെ അടുത്ത് സുയോങ്ങും വന്നിരിക്കും. അവൾക്കും ഇവർ കുഞ്ഞിനെ നോക്കുന്നത് കണ്ടിട്ട് വളരെ സന്തോഷമായി. എന്നാൽ പുറത്ത് നമ്മുടെ സുജിൻ അകത്ത് എന്താണോ നടക്കുന്നത് അതൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ആക്ച്വലി സുയോങ്ങിന്റെ ചെവിയിലെ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. അത് മൂലമാണ് കേട്ടോണ്ടിരിക്കുന്നത്. സുയോങ് ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നതെന്ന് നായകന്റെ ഗ്യാങ്ങിന്റെ അടുത്ത് ഇവള് കാണിച്ചില്ല. ഇവരെ ഫുൾ തെളിവോടൊക്കെ പിടിച്ചു കൊടുക്കാനായിട്ട് കൂടെ നിന്ന് സുയോങ് തന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രി കുഞ്ഞ് പെട്ടെന്ന് കരയാൻ തുടങ്ങി. ഇവരും എന്തൊക്കെയോ ചെയ്തു നോക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും വർക്കാവുന്നില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് ഡിസൈഡ് ചെയ്യും. ഹോസ്പിറ്റലിൽ പോയാൽ ഇവർ പിടിക്കപ്പെടുന്നുള്ള പേടി ഇവർക്കുണ്ട്. അതൊന്നും ഇവർ കാര്യമാക്കാതെ റിസ്ക് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കാണിച്ച് ചെക്ക് ചെയ്തതിൽ ഡോക്ടറും കാര്യമായിട്ടൊന്നും പ്രശ്നമൊന്നുമില്ല, ചെറിയൊരു കോൾഡ് വന്നതാണ്, സോ കുഞ്ഞിനെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞയക്കും. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് ആ മരിച്ചുപോയന്റെ ഭാര്യനാണ്. ആ ലേഡി 2 പേരോട് സംസാരിക്കുന്നുണ്ട്. എനിക്ക് ആ കുഞ്ഞിനെ വേണമെന്നും പറഞ്ഞ്. ഈ സംസാരിക്കുന്ന 2 പേരിൽ ഒരുത്തനെ നമ്മൾ മുന്നത്തെ സീനിൽ കണ്ടിട്ടുണ്ട്. ഷർട്ടിൽ മൊത്തം ബ്ലഡ് ഒക്കെ ആയിട്ട് സോങ്ങിന്റെ കടയിലേക്ക് വന്നതും സോങ് അവനെ അഡ്വൈസ് ചെയ്തിരുന്നല്ലോ, അവൻ തന്നെ. ഇവൻ പണത്തിന് വേണ്ടി ആരെ വേണമെങ്കിലും കൊല്ലാനും വെട്ടാനും ഒക്കെ നടക്കുന്നവനാണ്. സോ എന്തിനാ വേണം നിങ്ങൾക്ക് ആ കുഞ്ഞിനെ എന്ന് ചോദിച്ചതിന് എല്ലാം എൻ്റെ ഭർത്താവിനെ പറഞ്ഞാൽ മതി. അവൻ ആ പെണ്ണിന്റെ കൂടെ ഇല്ലീഗലായിട്ട് ഇടപഴകി അതിലൊരു കുഞ്ഞും ജനിച്ചു. ആ കുഞ്ഞിനെ ആദ്യം കൊല്ലാനാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ആ കുഞ്ഞ് ജനിച്ചു പോയില്ലേ, ഇവൻ മരിച്ചും പോയി. എന്ത് തന്നെയായാലും ആ കുഞ്ഞ് തന്റെ ഭർത്താവിന്റെ ചോരയാണ്. അതിനെ ഞാൻ വളർത്തണമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, എനിക്ക് ആ കുഞ്ഞിനെ വേണമെന്ന് ഇവരോട് പറയും. അവിടുന്ന് കട്ട് ചെയ്ത് സുയോങ് രാത്രി ഞാനൊന്ന് കടയിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകും. എന്നിട്ട് നേരെ ആ ബിൽഡിങ്ങിന്റെ മേലേക്ക് വന്ന് സുജിനെയും അസിസ്റ്റന്റിനെയും മീറ്റ് ചെയ്യും. എന്നിട്ട് നിനക്കും നിന്നെ എടുത്തു വളർത്തിയ ആ സ്ത്രീക്കും തമ്മിൽ എന്താ ബന്ധമെന്ന് സുയോങ്ങിനോട് ചോദിക്കും. അപ്പോഴാണ് അവൾ അവളുടെ കഥ പറയുന്നത്. ആക്ച്വലി ഇവളൊരു അനാഥയാണ്. ആ ലേഡിയാണ് ഇവളെ എടുത്ത് വളർത്തിയത്. എന്നിട്ട് ഇവളെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പറഞ്ഞയച്ചു. ഇഷ്ടമല്ലാത്തൊരു ജീവിതമാണെങ്കിലും ജീവിക്കണമല്ലോ എന്നോർത്ത് ഇവള് ജീവിച്ചു വരുമ്പോഴാണ് ഇവൾ ആ മരിച്ചവൻ കാരണം പ്രഗ്നന്റ് ആയത്. അതിനുശേഷം ഞാൻ അവനെ കൊന്നു എന്ന് പറയും. എന്തിനാണ് അവനെ കൊന്നതെന്ന് ചോദിച്ചതിന് അറിയില്ല. അന്ന് എനിക്ക് അവൻ എന്നോട് ചെയ്തതോർത്ത് ദേഷ്യം വന്നു, ഞാൻ അവനെ കൊന്നു. ഇതെല്ലാം കേട്ട സുജിനും അതല്ല ഓക്കെ, എന്നാൽ നീ പ്രസവിച്ച കുഞ്ഞിനെ നീ തന്നെ ഒരു ചർച്ചിന്റെ മുന്നിൽ ഉപേക്ഷിച്ചിട്ട് പോരുന്നതിന് പകരം നിനക്ക് തന്നെ അതിനെ കൊല്ലായിരുന്നില്ലേ എന്ന് പറഞ്ഞതും ദേഷ്യം വന്ന സുയോങ്ങും സുജിന്റെ ഷർട്ടിനെ പിടിച്ചിട്ട് നീ എന്താ പറഞ്ഞ് എന്റെ കുഞ്ഞിനെ ഞാൻ തന്നെ കൊല്ലണമെന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടതും നിനക്ക് ഈ ദേഷ്യമൊന്നും വരാൻ പാടില്ല, നിനക്കതിനുള്ള അർഹതയൊന്നും ഇല്ല എന്നൊക്കെ സുജിൻ പറയും. അതിനുശേഷം സുയോങ് ഇപ്പൊ വളരെ കൺഫ്യൂഷനിലാണ്. എന്നാൽ സോങ്ങും ടീമും ഇപ്പൊ ഒരു കുടുംബമായിട്ട് മാറിക്കഴിഞ്ഞു. ചിരിയും കളിയൊക്കെയായി ഇവരൊക്കെ ഒരു ബിസിനസിന് വേണ്ടി വന്നവരാണ്. ഇവളൊരു പാർട്ട്ണർ ആണെന്നുള്ള കാര്യമൊക്കെ മറന്നു. ഇവളെ ഒരു കുടുംബത്തിലുള്ള ആളെ പോലെ കാണാൻ തുടങ്ങി. ഈ സോങ്ങും സുയോങ്ങിന് വേണ്ടി ഒരു ഡ്രസ്സൊക്കെ തുന്നി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അവൾക്കും ഒരു മാതിരി ആവുന്നുണ്ട്. എന്നിട്ട് അവളിപ്പോ ഇവരോടൊരു സത്യം തുറന്നു പറയും. ഞാനൊരു കൊല ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്, അതും എന്റെ കുഞ്ഞിന്റെ ബയോളജിക്കൽ ഫാദറിനെ.
അത് അപ്പോഴുണ്ടായ ഒരു ദേഷ്യത്തിന് ചെയ്തതാണ്. ഇപ്പോൾ ഒരു പുതിയ പ്രശ്നം വന്നിട്ടുണ്ട്. ആ മരിച്ചവന്റെ ഭാര്യ എന്റെ കുഞ്ഞിനെ അവർക്ക് വേണമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്റെ പിന്നാലെ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് എന്റെ കുഞ്ഞിനെ സേഫ് ആക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്. എത്രയും പെട്ടെന്ന് എന്റെ മകൻ നല്ലൊരു കുടുംബത്തിലേക്ക് പോകണം, അവ നന്നായി ജീവിക്കണം. അതിനുവേണ്ടി തന്നെ ഞാനും നിങ്ങളുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെ അവൾ പറയുന്നത് കേട്ട് സോങ്ങിനും ഡോഗിനും വല്ലാതെ വിഷമം തോന്നി. അതിനുശേഷം നെക്സ്റ്റ് ഡേ സോങ് കാറിനകത്ത് കയറി എന്തോ നോക്കുന്ന സമയത്ത് ഓൾറെഡി കാറിനകത്ത് ഡോങ് ഇരുന്ന് എന്തോ തിരയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇത് കണ്ടോന്ന് ചോദിച്ചു ഒരു ഡിവൈസ് എടുത്ത് കാണിക്കും. ഇതെന്തായത് നമ്മളെ പോലീസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇത് വളരെ പഴയ ഡിവൈസ് ആണ്, ഇതെല്ലാം പോലീസ് എപ്പോഴോ ഒഴിവാക്കിയതാണ്. ചിലപ്പോൾ സോയോങ് പറഞ്ഞതുപോലെ ആ കുഞ്ഞിന്റെ അച്ഛന്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും നമ്മളെ ഫോളോ ചെയ്യുന്നിട്ടുണ്ടാവുമോ എന്നൊക്കെ ഡോങ് ആ ഡിവൈസ് എടുത്ത് പുറത്തു പോയതും ആ ലേഡി അയച്ച സോങ്ങിന് പരിചയമുള്ള ആ റൗഡി സോങ്ങിന്റെ അടുത്തേക്ക് വരും. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഭൂഷൺ എന്നൊരു കുഞ്ഞില്ലേ വിൽക്കാൻ വേണ്ടി വെച്ചത്, അതിനെ വാങ്ങാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞതും കുഞ്ഞോ എന്ത് കുഞ്ഞ്, എൻ്റെ അടുത്ത് കുഞ്ഞൊന്നുമില്ല എന്ന് പറയും. ആ റൗഡിയും നിങ്ങൾ എന്തായാലും അതിനെ വിൽക്കാൻ പോവാണ്, ഞാനതിനെ വാങ്ങിക്കോളാം, കാശും തരാം പോരെ എന്ന് പറയും. അതിന് ഈ സോങ്ങും അനിയ നിനക്കൊന്നും അങ്ങനെ കുഞ്ഞിനെ വിൽക്കാൻ പറ്റില്ല, നീയൊക്കെ ആ കുഞ്ഞിനെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായി അറിയാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡോങ്ങും പിന്നിലൂടെ വന്ന് ആ റൗഡിയുടെ തലക്കിട്ടടിച്ച് അവന് ബോധം കെടുത്തും. അങ്ങനെ അവന് ബോധം വരുന്നതിന് മുമ്പ് ഇവർ അവിടുന്ന് എസ്കേപ്പായി. എന്നിട്ട് കാറിലിന് പോകുന്നത് ബുദ്ധിയല്ലെന്ന് മനസ്സിലാക്കി ഇവർ ട്രെയിനിൽ ഈ നാട് വിട്ടു പോകാൻ പ്ലാൻ ചെയ്ത് ട്രെയിനിൽ കയറി യാത്ര തുടർന്നു. ഈ സോയോങ് സുജിൻ ഇവരുടെ ലൊക്കേഷൻ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവളുടെ മകനെ സംരക്ഷിക്കണം എന്നുള്ള ഒരു ഇന്റൻഷൻ മാത്രമേ ഇവൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സുജിനും ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇവര് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സോങ് സിയോങ്ങിനോട് ഒരു കാര്യം ചോദിക്കും. അന്ന് നീ ആ ലെറ്ററിൽ ഉണ്ടായിരുന്നത് പോലെ പിന്നീട് നീ നിന്റെ മകനെ അന്വേഷിച്ച് വരുമായിരുന്നോ എന്ന്. അതിനവളും അറിയില്ല, എന്നാ അന്ന് ഞാൻ എൻ്റെ മകനെ ചർച്ചിന്റെ മുന്നിൽ കിടത്തുന്നതിന് മുൻപ് നിങ്ങളെ കണ്ടിരുന്നുവെങ്കിൽ ഉറപ്പായും ഞാൻ അവനങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോരില്ലായിരുന്നു എന്ന് പറയും. ആക്ച്വലി ഇവൾ ഇവരെ എല്ലാവരും ഒരു ഫാമിലി ആയിട്ട് കാണാൻ തുടങ്ങിയിരുന്നു. അവള് സേഫ് ആണെന്ന പോലെ അവൾക്ക് തോന്നി. ഇവള് പറയുന്നത് കേട്ട് ഒരു പുഞ്ചിന് മാത്രം നൽകി സോങ്ങും അവിടുന്ന് പോവും. അങ്ങനെ ഇവരൊരു പുതിയ നാട്ടിലെത്തി. അവിടെ ഒരു കപ്പിള് കുഞ്ഞിനെ വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്തു. ആ ഹോട്ടലിലേക്ക് കുഞ്ഞിനെ വാങ്ങാനായിട്ട് ഒരു കപ്പിളും വരും. അവര് കുഞ്ഞിനെ എടുത്ത് കുഞ്ചിക്കുന്നുണ്ട്. ഇവരെ ഒരു ഡൗട്ടും തോന്നുന്നില്ല. അപ്പൊ കുഞ്ഞിന് പെട്ടെന്ന് വിശന്നിട്ടാണെന്ന് തോന്നുന്നു, കരയാൻ തുടങ്ങി. അപ്പൊ കുഞ്ഞിന് കൊടുക്കാൻ പൗഡർ മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞതും കുഞ്ഞിനെ വാങ്ങാൻ വന്ന കപ്പിള് എന്തിനാ പൗഡർ, ഞാൻ പാല് കൊടുക്കാന്ന് പറഞ്ഞ് ആ ലേഡി കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യും. ഇത് കണ്ടതും അവൾക്കൊരു വിശ്വാസം തോന്നി. എന്തായാലും ഇവരവളുടെ കുഞ്ഞിനെ നന്നായി വളർത്തുന്ന ഒരു ധൈര്യം തോന്നി. അപ്പൊ ആ കപ്പിളും ഒരു കണ്ടീഷൻ വെക്കും, ഞങ്ങൾ ഈ കുഞ്ഞിനെ വാങ്ങി ഞങ്ങളുടെ മകനായിട്ട് തന്നെ വളർത്തിക്കോളാം, ഇനി ഞങ്ങൾ വേറൊരു കുഞ്ഞിനെ പറ്റി ആലോചിക്ക പോലും ഇല്ല. എന്ന കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ ഈ കുഞ്ഞിന്റെ ബയോളജിക്കൽ മദറിനോ ഈ കുഞ്ഞിനോ പിന്നെ ഒരു കോണ്ടാക്റ്റും ഉണ്ടാവരുത്, അവനെ കാണാൻ വരാനോ സ്വന്തം ആണെന്ന് പറയാനോ സമ്മതിക്കില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഈ ഡീലിന് സമ്മതിക്കാന്ന് പറഞ്ഞതും ഡോങ്ങിന് കാണിക്കും. കാരണം സുയോങ്ങിന്റെ വിഷമം അവന് മനസ്സിലായി. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ എല്ലാവരും കൂടി ബസ്സിൽ കയറുന്നതാണ് കാണിക്കുന്നത്. എന്ത് പറ്റിയെന്ന് നോക്കുകയാണെങ്കിൽ കുഞ്ഞിനെ വിൽക്കാനാണ് പോയത്. എന്നാൽ അവന്റെ കൂടെ അവസാനമായിട്ട് ഒരു ദിവസം സന്തോഷമായിട്ട് എൻജോയ് ചെയ്യാന്ന് കരുതി കുഞ്ഞിനെ കൊണ്ടുവന്നതാണ്. അങ്ങനെ ഇവരൊരു തീം പാർക്കിലേക്ക് വന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോങ്ങും സുയോങ്ങിനോട് ഒരു കാര്യം ചോദിച്ചു, നമ്മൾ എന്തിനാ ഈ കുഞ്ഞിനെ വിൽക്കുന്നത്, നമുക്ക് വളർത്തിക്കൂടെ ഒരു ഫാമിലി ആയിട്ടെന്ന് പറഞ്ഞതും സുയോങ്ങിന് അവളുടെ കരച്ചിൽ അടക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് ഒരിക്കലും നമുക്കൊരു കുടുംബമാവാൻ പറ്റില്ല, എനിക്കും അത് ആഗ്രഹമുണ്ട്, എന്നാൽ ഞാനൊരു കൊലയാളിയാണ്, പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ജീവിച്ചവളാണ്, ഞാൻ എന്തായാലും ജയിലിലേക്ക് പോകേണ്ടി വരും, അതിൻ്റെ ഇടയിൽ ഈ കുഞ്ഞ് വളരാൻ പാടില്ല, അവനിപ്പോ നല്ലൊരു ജീവിതം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ അവൾ ഭയങ്കരമായിട്ട് ഇമോഷനിൽ പറയുന്നുണ്ട്. ഡോങ്ങും അവളുടെ അവസ്ഥ മനസ്സിലാക്കി പിന്നെ അവളോടൊന്നും പറഞ്ഞില്ല. അതിനുശേഷം രാത്രി സോങ് ഒരു റെസ്റ്റോറന്റിൽ വന്ന് മകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ വൈഫ് ഇവനെ വിട്ട് ഡൈവോഴ്സ് ചെയ്തതായിരുന്നു. ഇവന്റെ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മകളെ കാണാനായിട്ട് ഇവൻ വരുമ്പോൾ ഒരുപാട് ഗിഫ്റ്റ്സും കൊണ്ടുവരാറുണ്ട്. എന്നിട്ട് മകളോട് അച്ഛൻ വലിയൊരു തുക കിട്ടാനുണ്ട്, അത് കിട്ടിയാൽ പിന്നെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞതിന് ഈ മകളും ഇല്ല, ഇനി എന്നെ കാണാൻ വരരുത്, അമ്മ ഇത് പറയാനായിട്ടാണ് എന്നെ അവസാനമായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് അയച്ചത്, എനിക്കൊരു അനിയൻ ജനിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതും സോങ്ങിന് വളരെ വിഷമമായി. ആക്ച്വലി അവർ ഡിവോഴ്സ് ആയതിനു ശേഷം ഇവന്റെ എക്സ് വൈഫ് വേറെ കല്യാണം കഴിച്ച് ആ ബന്ധത്തിൽ പ്രഗ്നന്റ് ആയിട്ടുണ്ട്. സോ ഇനി അവർ ഒന്നിക്കില്ല എന്ന് മനസ്സിലായതും അവൻ വല്ലാതെ വിഷമിച്ചു. ഇതെല്ലാം വേറൊരു ടേബിളിൽ നിന്ന് സുജിന് കേൾക്കുന്നുണ്ട്. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ നമ്മുടെ ഗ്യാങ്ങിനെ കാണിക്കും. ഭൂഷന്റെ കൂടെയുള്ള അവസാനത്തെ രാത്രി, ഇവർ ഫാമിലി ആയിട്ട് ഇരിക്കുന്ന അവസാന രാത്രി. നിന്റെ കുഞ്ഞിനോട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സോയോങ്ങും വളരെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ലൈറ്റ് ഓഫ് ചെയ്ത ശേഷം സംസാരിക്കാൻ തുടങ്ങി. എന്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടൊപ്പം ഉള്ളപ്പോഴായിരുന്നു. എനിക്കൊരു ഫാമിലി ഉണ്ടായി, എന്നാൽ നാളെ അത് ഉണ്ടാവില്ല, എന്റെ മകനെ എനിക്കിനി കാണാനേ പറ്റില്ല എന്നൊക്കെ
കാര്യങ്ങളൊക്കെ വളരെ വിഷമത്തോടെ സംസാരിക്കും. അതിനുശേഷം ഉറങ്ങാൻ കിടക്കും. എല്ലാവരും ഉറങ്ങിയതിന് ശേഷം സുജിൻ സുയോങ്ങിനെ വന്ന് മീറ്റ് ചെയ്യും. അവളുടെ വിഷമം ഇവൾക്ക് മനസ്സിലായി. സോ ഇവൾ ഒരു ഐഡിയ പറയും. നീ ഇനി നിന്റെ കുഞ്ഞിനെ വിൽക്കണ്ട, നീ ചെയ്ത കുറ്റത്തിന് എന്തായാലും നിനക്ക് ശിക്ഷ കിട്ടും. എന്നാൽ നിനക്ക് പരോളിൽ പുറത്തു വരാം, ശിക്ഷ കഴിഞ്ഞ ശേഷം പുറത്തു വരാം. അപ്പം നിനക്ക് നിന്റെ കുഞ്ഞിനെ കൂടെ സന്തോഷമായിട്ട് ജീവിച്ചൂടെ, നിനക്ക് നിന്റെ കുഞ്ഞിനെ പിരിയാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞതും സുയോങ്ങും ഇല്ല, ഇനി ഞാൻ എൻ്റെ തീരുമാനം മാറ്റില്ല. എൻ്റെ മകൻ നാളെ മുതൽ സന്തോഷമായിട്ട് ഇരുന്നോളും, അവന് നല്ലൊരു ഫാമിലിയെ കിട്ടി, എനിക്കത് മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പുറത്ത് ഡോങ് ഉറങ്ങിയിരുന്നില്ല. അവൻ സോങ്ങിനോട് നമുക്ക് ഈ കുഞ്ഞിനെ വിൽക്കണ്ട, നമുക്കൊരു ഫാമിലി ആയിട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ കപ്പിളിനെ കാണാനായിട്ട് പോകും. അപ്പൊ ഇവരുടെ അടുത്തേക്ക് ആ റൗഡി വന്ന് കുഞ്ഞിനെ പിടിച്ചു വാങ്ങാനായിട്ട് നോക്കുമ്പോൾ സോങ് കുഞ്ഞിനെ ഡോങ്ങിന്റെ അടുത്ത് കൊടുത്തിട്ട് അവിടെ നിന്ന് അവരെ പറഞ്ഞയക്കും. എന്നിട്ട് ഡോങ് പോയ ശേഷം സോങ് ഈ റൗഡിയോട്, ആർക്കോ നീ ഈ കുഞ്ഞിനെ വേണമെന്നല്ലേ പറഞ്ഞത്, നീ എന്റെ പാർട്ണർ ആയിക്കോ, നമുക്ക് ഈ കുഞ്ഞിനെ വിൽക്കാന്ന് പറഞ്ഞതും ഇവരൊരു ടീമായി. എന്നാൽ ഇതൊന്നും അറിയാതെ ഡോങ് ആ കപ്പിളിന്റെ അടുത്ത് വന്ന്, സോറി, ഞങ്ങൾ ഈ കുഞ്ഞിനെ വിൽക്കുന്നില്ല, നിങ്ങളുടെ കണ്ടീഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല, അവൾക്കത് വല്ലാത്ത വിഷമായി എന്നൊക്കെ പറഞ്ഞതും ഇവരും സോറി, ഞങ്ങൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, തെറ്റായിപ്പോയി, കുഞ്ഞിനെ അത്രയ്ക്ക് ഇഷ്ടമായി, അതുകൊണ്ടൊക്കെയാണ് എന്നൊക്കെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് സുജിനും അസിസ്റ്റന്റും വരും. ഇവരെ തെളിവോടെ പിടിച്ചു. ഇവിടെ കുടുങ്ങിയത് ഡോങ് മാത്രമായിരുന്നു. സുയോങ് അപ്രൂവലായി മാറിയെന്ന് ഇവൻ അറിഞ്ഞതും ഡോങ് ചിരിച്ചുകൊണ്ട് ഭൂഷണെ സുജിന് കൈമാറി. അതിനുശേഷം സോങ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇവൻ ഒരു ലേഡിക്ക് $40 മില്യൺ കുഞ്ഞിനെ കൊടുക്കാന്ന് പറഞ്ഞ് പണം വാങ്ങിയിരുന്നു. എന്നാൽ പിന്നെ അവൻ അതിന് മനസ്സ് വന്നില്ല. സോ പണം ഹോട്ടലിൽ തന്നെ വെച്ചിട്ട് പോന്നു. ഇപ്പോൾ ആ ന്യൂസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഹോട്ടലിൽ $40 മില്യൺ കിട്ടിയെന്നും പറഞ്ഞ് സോങ് എല്ലാം അവസാനിപ്പിച്ച് അവിടുന്ന് എവിടേക്കോ പോവും. അങ്ങനെ ചില വർഷങ്ങൾക്ക് ശേഷം കാണിക്കും നമ്മുടെ ഭൂഷൺ ഇപ്പോൾ വളർത്തുന്നത് സുജിനും അവളുടെ ഭർത്താവും ചേർന്നാണ്. സുയോങ്ങിന് ശിക്ഷ കെട്ടി ജയിലിൽ പോയി. ഇപ്പൊ റിലീസായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. സോങ്ങിനെയും ഡോങ്ങിനെയും കുറിച്ച് അന്വേഷിച്ചതിൽ വലിയ വിവരങ്ങളൊന്നും കിട്ടിയില്ല. ജിം ആണെങ്കിൽ ഇപ്പോഴും ഒരു ഫാമിലിയെ വേണമെന്ന് റോഡ് സൈഡിൽ നിന്ന് ഒരു പേപ്പർ ബോർഡ് എഴുതി വരുന്ന വണ്ടിക്കൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവൻ ഏത് ഓർഫനേജിലാണോ വന്നത് അവര് തന്നെ ഇവനെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഭൂഷണെ ദത്തെടുക്കാൻ പോയ കപ്പിളിനും ചെറിയൊരു ശിക്ഷ കിട്ടിയിരുന്നു. അതിനുശേഷം ആഴ്ചയിൽ അവർ ഭൂഷണെ കാണാൻ വന്ന് അവന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ അവസാനമായിട്ട് സുയോങ്ങിനെ കാണിക്കും. അവള് ശിക്ഷയെല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് ഇപ്പൊ പെട്രോൾ പമ്പിൽ ജോലി ചെയ്ത് സത്യസന്ധമായിട്ട് ജീവിച്ചു വരികയായിരുന്നു. അന്ന് ഈവനിങ്ങിൽ ജോലി കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറ്റി അവൾ ഒരു പാർക്കിലേക്ക് വന്ന് ആർക്കോ വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പൊ ഒരു വണ്ടി വന്നു. അതിൽ ആരാണുള്ളതെന്ന് കാണിച്ചില്ല, പകരം ഒരു ഫോട്ടോ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ആ ഫോട്ടോയിൽ സോങ്ങും ഡോങ്ങും സുയോങ്ങും ഭൂഷണും ഒക്കെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോയായിരുന്നു അത്. അപ്പോൾ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നത് ഡോങ് ആയിരുന്നു. കാരണം അവൻ ഇവളെ ശരിക്കും സ്നേഹിച്ചിരുന്നല്ലോ. സോ ഇപ്പൊ ഇവര് ഒന്നിച്ച് വണ്ടിയിൽ പോകുന്നത് കാണിച്ച് ഈ സിനിമ അവസാനിക്കും. ഈ ഒരു ഫീൽ ഗുഡ് മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.